പ്രധാന വാർത്തകൾ. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് പ്രത്യേക ട്രൈബ്യൂണൽ വധശിക്ഷ വിധിച്ചു. എറണാകുളം കോൺഗ്രസിൽ വീണ്ടും പൊട്ടിത്തെറി. എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ കീഴ്മാട് ഡിവിഷനിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമായി. ആലപ്പുഴ ഗവൺമെന്റ് ഡെന്റൽ കോളേജിൽ സീലിംഗ് തകർന്നു വീണ് അപകടം. എക്സ്റേ എടുക്കാനെത്തിയ യുവതിയുടെ ദേഹത്താണ് സീലിംഗ് തകർന്നു വീണത്. വാർത്തകൾ വിശദമായി. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് പ്രത്യേക ട്രൈബ്യൂണൽ വധശിക്ഷ വിധിച്ചു. 2024 വിദ്യാർത്ഥി പ്രക്ഷോഭം അടിച്ചമർത്തിയതുമായി ബന്ധപ്പെട്ട് കൂട്ടക്കൊലക്കേസിൽ അവർ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തി. നിർണായകമായ വിധിയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് വരുന്നത്. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. 3 കുറ്റങ്ങളാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ വന്നിരിക്കുന്നത്. മാനവികതയ്ക്ക് എതിരായ അതിക്രമം, ഒപ്പം തന്നെ അത് തടയാൻ ശ്രമിച്ചില്ല, പിന്നെ ബോധപൂർവം കലാപം സൃഷ്ടിക്കുവാൻ ശ്രമിച്ചു തുടങ്ങിയ കാര്യങ്ങളിലാണ് കേസ്. ഈ 3 കുറ്റങ്ങളിലാണ് ഇപ്പോൾ വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഷെയ്ഖ് ഹസീന കുറ്റക്കാരിയാണെന്ന വിധി വന്നിരുന്നതാണ്. പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. അതിനാണ് ഇപ്പോ കോടതി വധശിക്ഷ എന്നൊരു ഉത്തരവിലേക്ക് എത്തിയിരിക്കുന്നത്. എറണാകുളം കോൺഗ്രസിൽ വീണ്ടും പൊട്ടിത്തെറി. എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ കീഴ്മാട് ഡിവിഷനിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമായി. DCC അധ്യക്ഷൻ ഏകപക്ഷീയമായി സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു എന്ന് ആരോപിച്ച് 24 കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ KPCCക്ക് പരാതി നൽകി. എറണാകുളം ജില്ലയിലെ കീഴ്മാട് ഡിവിഷനിലാണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥി വിഷയത്തെ ചൊല്ലി ഭിന്നത രൂപപ്പെട്ടത്. ഇത് കീഴ്മാട് ഡിവിഷനിൽ പുതുമയുള്ള കാര്യമല്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ കോർപ്പറേഷനിലും ഒപ്പം തന്നെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ ഉണ്ടായിരുന്നു. ചിലർ പാർട്ടി മാറുകയും സ്വതന്ത്രനായി മത്സരിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ കാണുന്നതാണ്. അത്തരം സാഹചര്യത്തിലാണ് ഇപ്പോൾ കീഴ്മാട് ഡിവിഷനിലും പരസ്യമായി തന്നെ പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. DCC അധ്യക്ഷൻ ഏകപക്ഷീയായി തന്നെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു എന്നുള്ളതാണ്. 24 സ്ഥാനാർത്ഥികൾ ഇതിൽ പരാതി നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു പരാതി ഇതിലെ അടിസ്ഥാനത്തിൽ പരാതി നേതൃത്വങ്ങളിലേക്കൊക്കെ നൽകുന്നത് ഇതൊരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും. അടിസ്ഥാനപരമായി ആരോപിക്കുന്നത് പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വം തയ്യാറാക്കിയിട്ടുള്ള 3 പേരുടെ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത മറ്റൊരു വ്യക്തിയെ ലിസ്റ്റിൽ കൂട്ടിച്ചേർത്തു എന്നുള്ളതാണ്. അതിൽ നേരത്തെ തന്നെ TH മുസ്തഫയുടെ സഹോദരനും നിലവിൽ DCC ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള TH അബ്ദുൾ ജബ്ബാർ പരസ്യമായി തന്നെ ഈ കാര്യം വ്യക്തമാക്കിയിരുന്നു. എറണാകുളത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നേതൃത്വം നൽകുന്നത് ചാലക്കുടി MP ആയിട്ടുള്ള ബെന്നി ബെഹനാണെന്നും അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴ MLA നേതൃത്വത്തിലുമാണ്. ആലപ്പുഴ ഗവൺമെന്റ് ഡെന്റൽ കോളേജിൽ സീലിംഗ് അടർന്നു വീണ അപകടം. എക്സ്റേ എടുക്കാനെത്തിയ യുവതിയുടെ ദേഹത്താണ് സീലിംഗ് അടർന്നു വീണത്. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് അപകടമുണ്ടായത്. ആറാട്ടുപുഴ സ്വദേശിനിയായ 29-കാരി ഹരിതയ്ക്കാണ് തലയ്ക്ക് പരിക്കേറ്റത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ആലപ്പുഴ വണ്ടാനം ഗവൺമെന്റ് ദന്തൽ ആശുപത്രിയിൽ സീലിംഗ് അടർന്നു വീണ അപകടമുണ്ടായത്. ഇത് രോഗിയുടെ ദേഹത്താണ് വീണത് എന്നുള്ളതാണ്. എക്സ്റേ റൂമിന്റെ മുന്നിലാണ് അപകടം സംഭവിച്ചത്. ഈ എക്സ്റേ എടുക്കാൻ വന്ന ആറാട്ടുപുഴ സ്വദേശിയായിട്ടുള്ള ഹരിതയ്ക്കാണ് അപകടമുണ്ടായത്. ഇവരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരുടെ തലയിലാണ് ഇത് വീണത്. കാര്യമായ പൊട്ടലുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നിസ്സാര പരിക്കുകളാണ് ഇവർക്ക് ഉള്ളത്. ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ ുള്ളത്. 3 മാസം മുമ്പ് പിടിപ്പിച്ച സീലിംഗ് ആണ് ഇടിഞ്ഞു വീണത് എന്നുള്ളതാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിക്കാൻ കാരണമായത്. ആതിരപ്പള്ളിയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ അപകടം. തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കാറിനടിയിൽ കുടുങ്ങിയ ആളെ ഉൾപ്പെടെ 4 പേരെയും പുറത്തെടുത്ത് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. അതിരപ്പള്ളിയിൽ വെച്ച് കാർ നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. 4 പേരായിരുന്നു ഈ കാറിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ഒരാൾ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. നാട്ടുകാരും ഒപ്പം ഫയർഫോഴ്സും എത്തിയാണ് ഇവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നിർവഹിച്ചത്. ഇവരിപ്പോൾ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വന്ന വിനോദസഞ്ചാരികളുടെ കാറാണ് ഇപ്പോൾ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. 4 പേർക്കും ഇപ്പോൾ അതീവ ഗുരുതരമായി തന്നെ പരിക്കുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അപകടം സംഭവിച്ച സ്ഥലത്ത് നേരത്തെയും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാർ നേരെ പോയി കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. തുടർന്ന് കാറിന് അടിയിൽ കുടുങ്ങിയ ഒരാളെ എടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതിരപ്പള്ളി ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. അത്തരത്തിൽ വിനോദത്തിനെത്തിയ ആളുകളാണ് അപകടത്തിൽപ്പെട്ടത്. കണ്ണൂർ ചാല അമ്പലത്തിനടുത്ത് ദേശീയപാത 66-ൽ നിർമ്മാണം പുരോഗമിക്കുന്ന ബൈപ്പാസിലൂടെ
തടസ്സം മറികടന്നോടിയ കാർ മേൽപ്പാലത്തിനും അടിപ്പാതയ്ക്കുമിടയിൽ കുടുങ്ങി. മണിക്കൂറുകൾക്കൊടുവിലെ പരിശ്രമത്തിലാണ് തൂങ്ങിക്കിടന്ന കാറിൽ ഉണ്ടായിരുന്ന ആളെ പുറത്തെടുത്തത്. കാർ ഓടിച്ച മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിക്കെതിരെ എടക്കാട് പോലീസ് കേസെടുത്തു. അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് പറയാവുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. ചാലക്കവലയ്ക്ക് സമീപത്തെ മേൽപ്പാലത്തിൽ ആണ് ഇത്തരത്തിൽ അപകടമുണ്ടായത്. ദേശീയപാത നിർമ്മാണം നടക്കുന്ന വേളയിൽ പലയിടത്തും ഇത്തരത്തിൽ റീൽസ് ചിത്രീകരണത്തിനൊക്കെ ആളുകൾ ഇങ്ങനെ വിവിധ രീതിയിൽ അഭ്യാസങ്ങൾ കാണിക്കാറുണ്ട്. അത്തരത്തിൽ പണി പൂർത്തിയാകാത്ത റോഡിലേക്കാണ് ഈ കാറ് കടന്ന് കയറിയത്. തലശ്ശേരി ഭാഗത്ത് നിന്നും കണ്ണൂരിലേക്ക് പോകുന്ന വാഹനമായിരുന്നു. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിയായിട്ടുള്ള ലാസിമാണ് വാഹനം ഓടിച്ചിരുന്നത്. ദേശീയപാത നിർമ്മാണത്തിനായി കൺസ്ട്രക്ഷൻ വാഹനങ്ങൾ കയറുന്ന സ്ഥലത്തിലൂടെയാണ് വാഹനം മുകളിലേക്ക് കയറിയത്. പിന്നീട് ഈ മേൽപ്പാലത്തിൽ നിന്ന് മേൽപ്പാലങ്ങൾ തമ്മിൽ യോജിപ്പിക്കാത്ത ഒരു വിടവുണ്ട്. ആ വിടവിലൂടെ കാർ താഴേക്ക് പതിക്കുകയായിരുന്നു. കാറിന്റെ മുൻഭാഗം ഇവിടെ തങ്ങി നിന്നു. 20 മിനിറ്റോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ഇയാളെ രക്ഷപ്പെടുത്തിയത്. ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്ന വിവരം. ഇന്നത്തെ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ പൂർത്തിയാകുന്നു. പുതിയ വാർത്തകളുമായി നാളെ കാണാം.